എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോന്നേ രേവതി വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മ തന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കാരണം രേവതിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചന്ദ്രമതിയുടെ പ്രകടനങ്ങള് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. രേവതി എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പൊങ്കൽ തട്ടുമായിട്ട് വന്നേ, അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ശരത്ത് അങ്ങോട്ടേക്ക് വരുവാണ്. ശരത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അങ്ങനെ ഒരു പൊങ്കൽ തട്ട് കൊണ്ടേ കൊടുക്കാനാണെങ്കിൽ പോണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വാക്കൊന്ന് പറയുമായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നല്ലോ എന്ന് പറയാം. നീ വന്നുകൊണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണമിരിക്കുന്നേ എന്ന് ശരത്തെന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുക. അത് പിന്നെ ഇപ്പൊ ഈ പറയുന്ന വർഷയുടെ വീട്ടിൽ നിന്ന് വന്ന എത്ര പൊങ്കൽ തട്ടാ വെച്ചെന്നാ പറഞ്ഞേ? 10 പൊങ്കൽ തട്ടല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ കൂട്ടി 11 തട്ടം അങ്ങോട്ട് വെക്കായിരുന്നല്ലോ എന്ന് പറയാം. ദേവ് പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? ആ കടയിൽ നിന്ന് ചുമ്മാ പ്ലാസ്റ്റിക് തട്ട് മേടിച്ചോണ്ട് വെക്കാനാന്നോ? അതൊന്നും അല്ല, പൊങ്കൽ തട്ട് വെക്കാന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ കൂട്ടങ്ങളും വേണം. പഴം വേണം, സ്വർണം വേണം, പൂ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണമെന്ന് പറയണ. ഇതൊക്കെ കൊണ്ടേ കൊടുക്കാണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് വെക്കും. അതിനെന്താ, നമുക്ക് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് വെക്കും. പെട്ടെന്ന് രേവതി ചോദിച്ചു, അതിന് മാത്രം പൈസ എവിടുന്നാ ശരത്തേന്ന് ചോദിക്കുക. ശരത്ത് ഒന്ന് ഞെട്ടിപ്പോയി. ശരത്ത് പെട്ടെന്ന് പറഞ്ഞു, അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ല ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ട്, ആ പൈസ മതിയല്ലോ എന്ന് പറയണം. അതിന്റെ ഒന്നും കാര്യമില്ല, അങ്ങനെയൊന്നും കൊണ്ടെത്തേണ്ട ഒരു ആവശ്യമില്ലെന്ന് രേവതി പറയാ. അല്ലെങ്കിൽ തന്നെ അമ്മ അതുമായിട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. വല്ലവരും ചെയ്യുന്ന കണ്ട് അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കി നടക്കുന്ന കാര്യമാണോ? അവരുടെ പൈസ ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള വരുമാനമില്ല. അതിന് മാത്രം നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവ് പറഞ്ഞു, അത് ശരിയാ ചേച്ചി പറഞ്ഞിരിക്കുന്ന കാര്യം. പൈസ ഉള്ളവർ ചെയ്യുന്നു പറഞ്ഞോണ്ട് പൈസ ഇല്ലാത്തവർ അതിനൊപ്പം കിടന്ന് തുള്ളിയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ശരത്ത് പറഞ്ഞു, എന്തും പറഞ്ഞോണ്ട് നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അങ്ങോട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് രേവതിയോട് പറഞ്ഞു, ചേച്ചി ഒരു മിനിറ്റും കൂടെ എഴുന്നേറ്റ് വരാൻ പറയണേ. എന്താ? പിന്നീട് ശരത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് മുറിയിലേക്ക് എന്നിട്ട് രേവതിയുടെ ആ 2 വളയെടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ ശരത്തെ? ഇത് നിന്റെ ഞാൻ പണയം വെക്കാൻ അന്ന് തന്നല്ലേ? നീ അത് പണയം വെച്ചില്ലായിരുന്നോ? അപ്പൊ നീ പണയം വെച്ചെന്ന് പറഞ്ഞിട്ടാണല്ലോ എനിക്ക് പൈസ തന്നേന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ നിങ്ങോട്ട് തിരിച്ചെടുത്തെന്ന് പറയാണ്. തിരിച്ചെടുത്തോ? അതെ തിരിച്ചെടുത്തു. അപ്പൊ നിന്റെ എവിടുന്ന പൈസ അതിന്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, അതിനകത്തിട്ട് കിട്ടുന്ന ശമ്പളത്തിന്റെ പൈസ പിടിച്ചിട്ടാണ് ഞാൻ എടുത്തതെന്ന് പറയാണ്. ഓഹോ, അപ്പൊ അതിന് മാത്രം വലിയ ജോലിക്കാണോ നീ പോന്നെ? അതിന് മാത്രം എന്ത് വലിയ ജോലിക്കാണോ പോന്നെ? സത്യം പറ, മുമ്പത്തെ പോലെ വല്ല പരിപാടിക്കാണോ പോന്നെ? വല്ല മോഷണവും കാര്യങ്ങളൊക്കെ ആണെന്ന് ചോദിക്കും. ഇതേ ചേച്ചി ഇങ്ങനൊന്നും പറയല്ല, ഞാൻ നന്നായിട്ട് അധ്വാനിച്ചുണ്ടാക്കണ, അതുകൊണ്ട് ഇത് മോഷ്ടിച്ചൊന്നും ഉണ്ടാക്കുന്നതല്ല. എന്താണെങ്കിലും ശരത്തെ, എനിക്കിപ്പോ ഇത് വേണ്ടാന്ന് പറയാ. സച്ചേട്ടൻ പൈസ തന്നതിന് ശേഷം മതി. സച്ചേട്ടൻ പൈസ തരട്ടെ, അപ്പൊ ഞാൻ നിന്റെ കൊണ്ടേ തരാം, നിന്റെ കൈ കൊണ്ടേ തരാം, അതിനുശേഷം നീ എനിക്ക് തന്നാ മതി എന്നൊക്കെ പറയാണ്. ഇതും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാ. ശരത്തിങ്ങനെ ആലോചിച്ചു, ഒരു പക്ഷെ ചേച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ചേച്ചി അത് പറയേണ്ടത് തന്നോട്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ ആ ആന്റണിയുടെ കൂടെയാ ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ചേച്ചി ആ സെക്കൻഡിൽ പറയും ജോലി നിർത്തിക്കോളാനായിട്ട്. പകുതി സമയം ഇപ്പോൾ ക്ലാസ്സും കൂടെ പോകാനായിട്ട് പറ്റുന്നില്ല. അതൊക്കെ ഓർത്തപ്പോൾ ശരത്തിന് ഒരു വിഷമമുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ താൻ പോകുന്നതെന്നൊക്കെ ശരത്ത് സ്വയം ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുകയാണ്. പിന്നീട് ഇറച്ചിവെട്ടുകാരൻ ബീരാന്റെ കടയിലേക്ക് ഇറച്ചി മേടിക്കാനായിട്ട് പുള്ളി വരുവാണ്. അങ്ങനെ ഇറച്ചി കൊടുക്കാൻ നേരത്തെ ബീരാൻ പറഞ്ഞു, അതെ ഇനിയിപ്പോ അടുത്ത ദിവസം കൊണ്ട് ഞാനിവിടെ കാണത്തില്ലായിരിക്കും, ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും എന്ന് പറയണം. തിരക്കിലോ? അതെന്താ തിരക്കിലെന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ പടത്തിൽ അഭിനയിക്കാൻ പോവാന്ന് പറയണം. പുതിയ പടത്തിൽ അഭിനയിക്കണം? ആ അതെ, നമ്മുടെ പ്രശസ്ത സംവിധായകൻ ജോഷ് സാറില്ലേ, ജോഷ് സാറിന്റെ സിനിമയിലെ ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. ആരോടൊപ്പാന്നറിയോ? മോഹൻലാലിനോടൊപ്പാന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് വരുന്നത്. മീരയോട് ശ്രുതി പറഞ്ഞു, എന്തൊരു തള്ളലാടി അയാളെ തള്ളുന്നേ, എന്റെ ദൈവമേ, അയാൾക്ക് ഭയങ്കര പ്രതീക്ഷയാന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കാനൊന്നും അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ വെറുതെ വിടുമെന്ന് ചോദിക്കാം. നീ കാര്യമൊന്നും ഓർത്ത് വിഷമിക്കണ്ട, നിക്ക്, തൽക്കാലം ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറയണ. അങ്ങനെ ബീരാനെ വിളിക്കുകയാണ്. അതെ ഇക്ക ഇങ്ങോട്ട് വരാൻ പറയണ. അങ്ങനെ വന്നു. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെ കുറച്ച് സാധനങ്ങളുണ്ട്, നിങ്ങോട്ട് പിടിക്കാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മീര മേടിച്ച കവറൊക്കെ കൊടുക്കുകയാണ്. ഇതെന്താ, എന്റെ കോസ്റ്റ്യൂം ആണോന്ന് ചോദിക്കാം. അതെ ഇക്കടെ കോസ്റ്റ്യൂം ഒന്നും അല്ലത്. പിന്നെയോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, അഭിനയിക്കാനായിട്ട് നാളെ ഇക്ക വരൂലോ, ആ സമയത്ത് ഇക്ക അവർക്ക് കൊടുക്കണ്ടോ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഫോൺ എടുത്തിട്ട് അതിനകത്ത് 2 ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക.
വീട്ടിൽ 3 ആൺമക്കളുള്ളത്. അതിനകത്ത് ഇതാണ് എൻ്റെ ഭർത്താവ് സുധി എന്ന് പറയണം. ഓ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് സുധിക്ക് മറ്റു ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ വീട്ടിലുള്ളവർക്കെല്ലാം ഡ്രസ്സ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയാണ് ഈ ഡ്രസ്സ്, അവർക്കുള്ളതെന്ന് പറയണം, അല്ലാതെ നിങ്ങൾക്ക് അണിയാനുള്ളതല്ലെന്ന് പറയും. ഓ ഇപ്പം മനസ്സിലായ കാര്യങ്ങളൊക്കെ. പിന്നീട് മീര കയ്യിൽ നിന്ന് ഒരു കവറും കിടക്കണം. ഒരു കവർ എടുത്തു കഴിഞ്ഞിട്ട് അതും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്താന്ന് മനസ്സിലായെന്ന് ചോദിക്കും. എന്താ ഇത്? ജ്വല്ലറി ബോക്സാ. ജ്വല്ലറി ബോക്സോ? എനിക്കോ? ഓ ഇക്കായിക്കല്ല, ഇത് അവിടെ വന്ന് കഴിയുമ്പത്തിന് ശ്രുതിക്ക് കൊടുക്കാനുള്ളതെന്ന് പറയണ. ശ്രുതിയോ? അതാരാ? അതല്ലേ ഇത്ര സമയം പറഞ്ഞേ, ശ്രുതിയുടെ ഭർത്താവിന് കയ്യിൽ ഇട്ട് കൊടുക്കേണ്ട ബ്രേസ്ലെറ്റ് ആന്ന് പറയണം. ഓ മനസ്സിലായി, ഇപ്പം മനസ്സിലായി. മലേഷ്യയിൽ നിന്ന് വരുന്ന ഇളയച്ചനല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിക്ക് വേണ്ടേ വരാനായിട്ട്. ഓ അങ്ങനെ, അപ്പൊ ഇതൊക്കെ കൊടുക്കണം. ഇത് കണ്ടക്കഴിഞ്ഞപ്പത്തിനും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് ശ്രുതിയുടെ മനസ്സിൽ. ഇതെങ്ങാനും ഇയാൾ കൊടുക്കുവോ അതോ ഇനി പറ്റിച്ചിട്ട് കടന്നു കളയുവോ? ആ ഒരു ടെൻഷൻ മനസ്സിലുള്ളതുകൊണ്ട് ശ്രുതി വെച്ച് ഇയാൾ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുമല്ലോ അല്ലേ, നശിപ്പിക്കുമൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇയാൾ ഇത് വരാതിരിക്കുമോ ഇതൊക്കെ മേടിച്ചിട്ട്? അങ്ങനെയൊന്നുമില്ല, വിശ്വസിക്കാം. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാ, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം. പിന്നീട് അങ്ങോട്ടേക്ക് ശ്രുതി എന്നിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരു കാരണവശാലും ഒരിടത്തും പാളിപ്പോരുത്, ഡയലോഗ്സ് ഒക്കെ കൃത്യമായിരിക്കണം, ഒരിടത്തോട് തെറ്റും പറ്റി പോലെന്ന് പറയാം. ആ കാര്യത്തിൽ എന്നെ വെല്ലാനായിട്ട് ആരുമില്ല, സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. പിന്നെ നടപ്പിലും എടുപ്പിലും എല്ലാം ഒരു ലുക്ക് വേണം മലേഷ്യക്കാരൻ്റെ. ഓ അങ്ങനെയാണോ? എനിക്ക് പണക്കാരന്മാരെ പോലെയൊക്കെ നടക്കാൻ അറിയാം, ഞാൻ നടന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ബീരാനൊക്കെ 3-4 ചുവട് അങ്ങോട്ട് നടന്ന് കാണിക്കാം. എങ്ങനെയുണ്ട്? ഇങ്ങനെ നടന്നാ പോരേന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീരയോട് ശ്രുതി ചോദിച്ചു, ഇത് എന്താടി ഇതെന്ന് ചോദിക്കാം. നീ ഒന്ന് സമാധാനപ്പെട്, ആളെന്തായാലും സെറ്റല്ലേന്ന് ചോദിക്കാം. ആള് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. അപ്പം നമ്മൾ പറഞ്ഞ പോലെയല്ലോ, ഓക്കെ, അപ്പം നാളെ കാണാന്ന് പറയണ. അങ്ങനെ അവിടെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് ശ്രുതി ഓർത്തു, അതെ 1 മിനിറ്റ് എന്ന് പറയണ. എന്താ? അല്ല വീരാനിക്ക കുടിക്കുമോന്ന് ചോദിക്കാം. കുടിക്കുമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടയ്ക്കും വല്ലപ്പോഴും ഒക്കെ. അന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ വന്നിട്ട് കുടിക്കരുതെന്ന് പറയണ. കുടിക്കരുതോ? അതെ, അവിടെ സച്ചി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഈ പറയുന്ന സുധയുടെ അനിയന്. അവൻ ഇച്ചിരി കുടിയനാള്, പക്ഷെ അവനെ സൂക്ഷിക്കണമെന്ന് പറയാം. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. സച്ചിയാണ് വില്ലനല്ലേന്ന് ചോദിക്കാം. വില്ലനല്ല, സുധിയുടെ അനിയനാന്ന് പറയണ. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോ കുടിക്കാനായിട്ട് നിർബന്ധിച്ച് നിൽക്കിരിക്കും അയാള്. ഒരു കാരണവശാലും അയാളുടെ ഒപ്പം കുടിക്കാനൊന്നും പോയേക്കല്ലെന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ ആ കാര്യമൊക്കെ നല്ല വിദഗ്ധമായിട്ട് നോക്കിക്കോളാം, ആ കാര്യത്തിലൊന്നും ഒരു പേടി വേണ്ട, മോൾക്ക് ധൈര്യമായിട്ട് പൊയ്ക്കോളാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയ സന്ദേഹത്തോട് കൂടിയിട്ടാണ് ശ്രുതി പോകുന്നേ. പിന്നീട് ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞ സമയത്ത് ശ്രുതിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചന്ദ്രമതി എന്നിട്ട് അല്ല ശ്രുതി ഇതുവരെയായിട്ടും വന്നില്ലെന്ന് ചോദിക്കുക. അതാമേ വന്നിട്ടില്ല, ഞാൻ വിളിച്ചോണ്ടിരിക്കുക, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്ന് പറയണം. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ ബ്യൂട്ടി പാർലറിലേക്കും വിളിച്ചു നോക്കി, അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു നേരത്തെ, പക്ഷെ ഇതിലായിട്ടും എത്തിയില്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി, നീ ഇത് എവിടെയായിരുന്നു, എത്ര സമയം വിളിക്കുന്നേ, നീ എന്നെ എന്താ വിളിച്ചിട്ട് കോൾ എടുക്കാത്തേന്ന് ചോദിക്കും. അതിപ്പോ ഞാൻ ഇങ്ങോട്ട് എത്തിയത് കൊണ്ടാന്ന് പറയാ, ഞാൻ നിന്നെ കാണാഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിലേക്കും വിളിച്ചു നോക്കിയെന്ന് പറയാം. അതെന്താ അങ്ങോട്ട് വിളിച്ചേ? എന്താ ഇനി ശ്രുതിക്ക് വല്ല സംശയമുണ്ടോ ഞാൻ എലോടെയും പോകുന്നു? പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, മോളെ അതല്ല, മുമ്പ് നീ ഇങ്ങനെ പോയതാണല്ലോ, അതൊക്കെ ഓർത്ത് ടെൻഷനാ, ഇനി എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോ എന്നൊരു പേടി എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാ മോളും വേറൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഞാൻ ഒരിടത്തേക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഇറങ്ങിപ്പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞു മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, സോറി, ഞാൻ അങ്ങനെ വിളിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നു ബ്യൂട്ടി പാർലറിലേക്കൊന്നും, സോറി കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, അവരൊക്കെ എന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, ഞാൻ ഇത്ര സമയം ഇതിലൂടെ കറങ്ങി നടക്കുവന്നല്ലേ, എനിക്ക് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നിന്ന്, അപ്പൊ അവരെ കാണാനായിട്ട് ഞാൻ പോയതാ എന്നൊക്കെ പറയാണ്. പിന്നീട് ചന്ദ്രമതിയോട് ശ്രുതി പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട് അമ്മയെന്ന് പറയണേ. എന്താ മോളെ കാര്യം? അതെ എന്റെ ഇളയച്ചൻ വരുന്നുണ്ടെന്ന് പറയണേ. ഇളയച്ചൻ വരുന്നുണ്ടോ? സത്യമാണോ മോളെ പറയണെന്ന് ചോദിക്കും. അതേന്ന് പറയാണ്. ആഹാ കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നമുക്ക് ആഘോഷിക്കണമല്ലോ എന്ന് പറയാണ്. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ വരുന്നേ. അല്ല മോളുടെ അച്ഛൻ വരത്തില്ലെന്ന് ചോദിക്കാം. അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറയാണ്. അതെന്താ മോളെ? അച്ഛന് ബിസിനസ് ടൂറിലാന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി അറിപ്പറഞ്ഞു, ഓ ലണ്ടനിലായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ആ സമയം ചന്ദ്രമതി ചോദിച്ചു, ജർമ്മനിയിൽ എങ്ങാണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ജർമ്മനിയിൽ? അത് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവല്ലോ, അതുകൊണ്ട് അമ്മയെന്ന് പറയണം. ഓ അങ്ങനെയാട്ടെ, എന്നാലും വരുവാണല്ലോ ഇളയച്ചനെങ്കിൽ ഇളയച്ചൻ എന്ന് പറയണം. അപ്പോഴേക്കുമാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതിയുടെ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര, എന്താ കാര്യം, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ ഇളയച്ചൻ വരുന്നുണ്ടെന്ന് പറയാം. ആര്? നിന്റെ ഇളയച്ചനോ? അപ്പൊ നീയല്ലേ പറഞ്ഞ വയ്യാതെ എണീക്കാൻ പോലും വയ്യാതെ കിടക്കുവാന്ന്, പിന്നീട് ആ പുളുക്കാരൻ എങ്ങോട്ട് വരികയാണോ, എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കും. ഓ എന്റെ ഇളയച്ചനല്ല, ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്നു. ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങള്. അല്ല ശ്രുതിയുടെ ഇളയച്ചൻ എന്നാ വരുന്നതെന്ന് ചോദിക്കാം. മറ്റന്നാള് വരുമെന്ന് പറയണ.
അല്ല ഇങ്ങോട്ടല്ല വരുന്നതെന്ന് പറയാം. പിന്നെ ഇങ്ങോട്ടാ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാട്ടിലേക്ക് അച്ഛന്മാരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. ഇത് കേട്ടതും ചന്ദ്രമതിക്കും ഭയങ്കര സന്തോഷമായി. ആ സമയം ശ്രുതി പറഞ്ഞു, ഈ ഗ്രാമപ്രദേശങ്ങളും അങ്ങനെ കണ്ടിട്ടില്ലോ, അപ്പൊ ഇളയച്ചന് ഭയങ്കര ആഗ്രഹം അവിടെ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറയണം. പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അമ്മയോട് വിളിച്ചു പറ. അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ പറ. ശ്രുതിയുടെ ഇളയച്ചൻ വരുമല്ലേ എന്ന് ചോദിക്കും. രവീന്ദ്രൻ പറഞ്ഞു, എന്തൊരുക്കാനായിട്ട്? അമ്മ അവിടെ തന്നെ ഇരുന്നിട്ട് എന്തൊരുക്കാനാ? നമ്മൾ അങ്ങോട്ടേക്ക് പോകുമല്ലേ നാളെന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ വന്നു കഴിയുമ്പോഴത്തേനും ശ്രുതിയുടെ ഇളയച്ചൻ വന്നു കഴിയുമ്പോഴത്തേനും ഒന്നിനും ഒരു കുറവൊന്നും വരില്ലെന്ന് പറയണം. എന്ത് കുറവ് വരാനായിട്ട്? ഒന്നിനും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിനെ കെട്ടിപ്പിടിക്കുകയാണ് ചന്ദ്രമതി. എന്റെ മോളെ, ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഓ, ഇത്രയും നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നില്ലല്ലോ എന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു. ഈ സമയം ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മ വന്നു കഴിയുമ്പം എന്തേലുമൊക്കെ എന്റെ ഇളയച്ചൻ ശ്രുതിക്കാണെങ്കിലും കൊടുക്കുമായിരിക്കും. ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലോ എന്ന് പറയാം. ഒന്നും കൊടുത്തില്ലേലും കുഴപ്പമില്ല മോളെ, വരുമല്ലോ എന്നൊക്കെ പറയാണ്. ചന്ദ്രമതിക്കറിയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കില്ലോ എന്ന്. നിന്റെ ഇളയച്ചൻ വന്നു ഒന്ന് ആ സച്ചിയുടെ ഒക്കെ മുന്നേ ഒന്ന് പറയുമെങ്കിലും ചെയ്യാലോ. അല്ലെങ്കിൽ തന്നെ അവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു കളിയാക്കുണ്ട്, നിന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്റെ കളിയാക്കലൊക്കെ നമുക്ക് അങ്ങോട്ട് നിർത്തിക്കാലോ എന്നൊക്കെ പറയണം. അങ്ങനെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന എല്ലാരും കൂടെ പോവാനായിട്ട് റെഡിയാവുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും കൂടെ കലാവതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാകുക. അപ്പൊ ബാഗ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വെച്ചു. എല്ലാരും അങ്ങനെ റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതിക്കാണ് ഒട്ടും ഇഷ്ടമില്ല അങ്ങോട്ട് പോവാനായിട്ട്. കാരണം അവിടെ പോയിട്ടുണ്ടെങ്കിൽ കലാവതി മുത്തശ്ശിയുടെ കീഴിൽ നിൽക്കേണ്ട വരും. കാരണം മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചന്ദ്രമതിക്ക്. ജോലിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിൻ്റെതായ ഒരു വിഷമമുണ്ട്. എന്തിനാ പറയുന്ന, പട്ടിക്കാട്ടിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് സച്ചി വന്നേ. സച്ചി പെട്ടെന്ന് രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അടുത്ത പ്രാവശ്യം നമുക്ക് ട്രിപ്പ് പോകണ്ട അമേരിക്കയ്ക്ക് പോവാന്ന് പറയാ. അതെന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല അച്ഛാ, അത് പിന്നെ ഉണ്ടല്ലോ, അമ്മയുടെ വീട് അവിടെയാണല്ലോ അമേരിക്കയില്. എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഇപ്പൊ അച്ഛന്റെ വീട് പട്ടിക്കാട്ടിലാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ താമസിക്കുന്ന അമേരിക്കയാണല്ലോ. ഈ അമേരിക്ക എന്ന് പറയുന്ന അച്ഛന്റെ വീട്ടിൽ നിന്ന് ഒരു 3-4 ഒരു ടൗൺ കഴിഞ്ഞിട്ടുള്ള സ്ഥലമല്ലേ. അപ്പൊ അവിടെയാണല്ലോ ഈ അമേരിക്ക ഇരിക്കണേന്ന് പറയാ. ഓഹോ, നീ അപ്പൊ എന്നെ കളിയാക്കാൻ ഇറങ്ങിയേക്കുവാ ഇല്ലേ സച്ചിന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്രമതി വെറുതെ അവനോട് ഓരോന്ന് പറയാൻ പോയത്? നീ ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ അവൻ മറുപടി പറഞ്ഞേ. ഇതിന്റെ വല്ല കാര്യം നിനക്ക് ഉണ്ടായിരുന്നു ചോദിക്കും. ഓ, ഇപ്പൊ ഞാൻ പറയുന്നതിനാ കുറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് മോഹം പൊറിപ്പിക്കുക. അപ്പോഴേക്കും ശ്രുതിയും വന്നു. അല്ല പോകാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാളൊക്കെ എടുത്തു വെച്ചോ നിൽക്കും. എല്ലാം എടുത്തു വെച്ചെന്ന് പറയണം. ആ സമയം വർഷ മുറിയില് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, വർഷേ നീ റെഡിയാവാൻ പറയണം. ഞാൻ വരണോ? എന്താ, എനിക്കിഷ്ടമില്ല അങ്ങോട്ട് വരാനെന്ന് പറയാം. എന്താ വന്നാലോ? ഓ, എനിക്ക് അവിടെയെങ്കിലും ഇഷ്ടപ്പെടില്ല. അവിടുത്തെ അന്തരീക്ഷമൊക്കെ ആണേലും അത് മാത്രമല്ല, അവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ചിലപ്പോൾ മുറികളൊക്കെ ചിലപ്പോൾ ചെറുതായിരിക്കും അല്ലേ, കിടക്കാൻ പോലും ഒരു സൗകര്യമൊന്നും കാണത്തില്ല. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തിങ്ങിക്കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, അതെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, അത് ഗ്രാമമാ. പണ്ടൊക്കെ ഞങ്ങളവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയാം. അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണണം. ഇവിടുത്തെ പോലെ ഒന്നും അല്ല. ഇവിടെ കുറെ വലിയ മുറികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഒരു ശുദ്ധവായു പോലും കിട്ടത്തില്ല. പക്ഷെ അവിടെ ഒന്ന് വന്ന് നോക്കണം. ഒരു തവണ നീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നു പറയാം. വർഷ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാന്ന് പറയാണ്. ഞാൻ വീട്ടിൽ പോയി നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യുക, ശ്രീകാന്ത് തന്നെ പോയിട്ട് വരാൻ പറയണം. ഇത് കേട്ടോണ്ടാ ചന്ദ്രമതി എങ്ങോട്ട് വരുന്നത്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വർഷ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, തീർന്നു. അവളെ എങ്ങനെയെങ്കിലും മണിയടിച്ച് നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് കരുതിയിട്ട് ചന്ദ്രമതി നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.